അള്ളാഹു നമുക്ക് വിജയം തരട്ടെ. വിജയം ഉണ്ടാവും, പേടിക്കണ്ട കേട്ടോ, ആരും പേടിക്കണ്ട, വിജയം ഉണ്ടാവും എന്ന് ചെയ്യും. അള്ളാഹു തല വിജയം തരും. ആൺകുട്ടികൾക്ക് പരാജയം ഉണ്ടാവുകയില്ല. മനുഷ്യർക്ക് മുസ്ലിമീങ്ങൾ ഉത്തരവാദിത്തത്തിന് പുറകോട്ട് പോകുമ്പോൾ മാത്രമേ ക്ഷയിക്കുള്ളൂ. വക്കാന ഹഖൻ അലൈന, ഓർക്കം കൊണ്ട് പറഞ്ഞേക്കി, വക്കാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ സഹായിക്കൽ ഒരു ബാധ്യത പോലെ ഞാൻ ഏറ്റിട്ടുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ആരുടെ പേടിയും പേടിക്കണ്ട, ഒരു പേടിയും പേടിക്കണ്ട. ഈമാനിലേക്ക് മടങ്ങിയാൽ മതി. പക്ഷേ ഈമാനിലേക്ക് മടങ്ങാൻ കഴിയാത്ത കാലഘട്ടം അമേരിക്കക്കാരൻ്റെ വിഭവത്തിൻ്റെ മുന്നിലും അവൻ്റെ ഭാഷയുടെയും വിജ്ഞാനത്തിൻ്റെയും പിന്നിൽ അന്താളിച്ച് നിൽക്കുകയും, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അറബ് ലോകത്ത് കേവലം പണത്തിന് മാത്രമല്ല നഷ്ടമുണ്ടായ സംസ്കാരം തകർന്നു പോയി. എങ്ങനെയാണ് ഇറാഖ് തകരണമെന്നൊരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുക? വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മുഴുവനും രാത്രി ചാനൽ തുറന്നാൽ അമേരിക്കൻ ലോകത്തെ, പാശ്ചാത്യ ലോകത്തെ ഏറ്റവും സുന്ദരിമാരായ പെൺകുട്ടികളുടെ നഗ്നമായ ശരീരത്തിൻ്റെ വസ്ത്രാക്ഷേപത്തിൻ്റെയും തമ്മാടിത്തരത്തിൻ്റെയും ചാനലുകളാണ് മക്കയിലേക്കും മദീനയിലേക്കും ഇസ്രായേൽ തിരിച്ചു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ പരസ്യമായ സത്യ, ഞാൻ വിശദീകരിക്കണില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. മക്കയിലേക്കും മദീനയിലേക്കും അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ തിരിച്ചു വെച്ചിട്ട്, ഈ ഇസ്രായേൽ തകരരുത് എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ മുസ്ലിം ലോകം ഇന്ന്? ഇസ്രായേലിൽ നിന്ന് രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോഴും ഇസ്രായേലിൻ്റെ ചാനൽ കൊണ്ട് വസ്ത്രാക്ഷേപത്തിൻ്റെ തമ്മാടിത്തരത്തിൻ്റെ, സ്ത്രീകളുടെ നഗ്നമായ വൃത്തികെട്ട തമ്മാടിത്തരത്തിൻ്റെ, വ്യഭിചാരത്തിൻ്റെ നഗ്നമായ ചിത്രം ലൈവായി അതിനുവേണ്ടി ക്ലബ്ബ് കൊണ്ട് കെട്ടുകയും ആ ക്ലബിലേക്ക് ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകളെ പണിയെടുക്കാൻ ഇവിടുത്തെ പല ആളുകൾക്കും അറിയാമല്ലോ. കേരളത്തിൽ തന്നെ പല ആളുകൾക്കും ക്ലബിലാണ് തൊഴിൽ. എന്താ ക്ലബിലെ പണി? അറബ് ലോകത്തെ ക്ലബിലൊക്കെ നടക്കുന്നത് വിശേഷ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച. ഹബീബായ മുഹമ്മദ് നബി മൈക്കൊന്നുകൂടി ശ്രദ്ധിക്കും. വെള്ളിയാഴ്ച രാവ് ശ്രദ്ധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ച. ഫീഹി ഖുലിഖ ആദം, അന്നാണ് അല്ലാഹു ആദമിനെ സൃഷ്ടിച്ചത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, അന്നാണ് അല്ലാഹു തആല ആദമിനെ സ്വർഗ്ഗത്തിലാക്കിയത്. വഫീഹി ഉഖ്രിജ മിൻഹാ, അന്നാണ് അല്ലാഹു ആദമിനെ പുറത്താക്കിയത്. വഫീഹി ഉഹ്ബിത ഇലൽ അർളി, അന്നാണ് ആദമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയത്. വഫീഹി തഅറഫ ആദമു വ ഹവ്വാ, ആ ദിവസത്തിലാണ് ആദമും ഹവ്വാവും കണ്ടുമുട്ടി റളിയല്ലാഹു അൻഹാ അലൈഹിസ്സലാം ഈ കോടാനക്കോടിയായ മനുഷ്യ സമൂഹം ഉണ്ടായിട്ടുള്ളത്. ആ വെള്ളിയാഴ്ച രാവ് അറബികളുടെ ക്ലബിൽ നടക്കുന്നത്, എങ്ങനെ ഇവരെ എതിർക്കാൻ നമുക്ക് കഴിയും? ഇങ്ങനെ സാംസ്കാരികമായി തകർന്നു പോകുന്ന കാലഘട്ടം, തൊട്ടടുത്ത രാജ്യത്തിൽ, തൊട്ടടുത്ത പ്രദേശത്ത്, തൊട്ടടുത്ത വീട്ടിൻ്റെ അപ്പുറത്ത് മുസ്ലിമായ പെണ്ണിൻ്റെ നാണം കൊണ്ട് അമേരിക്കക്കാര് പന്താടുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾക്കൊരൊന്നും അറിയേണ്ടതില്ല, ഞങ്ങൾക്ക് പെപ്സിയും കൊക്കക്കോളയും ഈ ഐശ്വര്യവും നിലനിന്നാൽ മതിയെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുടെ കാലഘട്ടം വന്നാൽ, നിങ്ങൾ തുടങ്ങിയിടത്തേക്ക് മടങ്ങിപ്പോകുമെന്ന് മുഹമ്മദ് നബി. എന്താ തുടങ്ങിയത്? സ്വന്തം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നാട്ടിലാണ് ബിലാലിൻ്റെ വായിലേക്ക് മൂത്രൊഴിച്ചത്. അതൊക്കെ നടക്കണില്ല, എപ്പോഴും നടക്കണില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനുൽ ശരീഫ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ ലോകം മുഴുവനും കൂടിയാൽ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഒരക്ഷരത്തിൻ്റെ വില ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ലോകം ഫാനിയാണ്, അള്ളാഹുവിൻ്റെ കലാം ഫാനി അല്ല. കുല്ലു മൻ അലൈഹാ ഫാൻ. ഓർക്കങ്ങോട്ട് പറഞ്ഞേക്കി, വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാം തകരാത്തതാണ്. ഈ പ്രപഞ്ചം ഫാനിയാണ്. ഇത് സമാഉൻ ശഖ്ഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖ്ഖത് വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. എല്ലാം തകരാറുണ്ട്. വൻശഖത്തിസ് സമാഉ ഫഹിയ യൗമഇദിൻ വാഹിയ വൽ മലകു അലാ അർജാഇഹാ. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? ഇതൊക്കെ ദുർബലമായി പോകും, ആകാശം നശിക്കും,
ഭൂമി നശിക്കും, സൗരയൂഥങ്ങൾ, ഗാലക്സികൾ, ആന്ത്രാമിഡ സാമ്രാജ്യങ്ങൾ, ഹെർക്കുലീസിന്റെ ലോകങ്ങൾ, പിന്നെയുള്ള വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, എല്ലാം നശിച്ചു പോകും. പക്ഷേ ഇല്ലാ വജ്ഹു റബ്ബിക വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. വയബ്ഖാ വജ്ഹു റബ്ബിക, റബ്ബിന്റെ കലാം ബാക്കിയാവും. അള്ളാന്റെ ദാത്തും സിഫാത്തും അഫ്ആലും ബാക്കിയാവും. അള്ളാന്റെ കലാമാണ്. ആ പരിശുദ്ധമായ ഖുർആനുൽ ശരീഫ് ഫദ്ലു കലാമില്ലാഹി അലാ സായിരിൽ കലാം കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി. ഫദ്ലു കലാമില്ലാഹി അലാ സായിരിൽ കലാം, ലോകത്തെ മറ്റേത് വാക്കിനേക്കാളും അള്ളാന്റെ കലാമിന്റെ വ്യത്യാസം കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി. ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ ഒരു പരമാണുവും അള്ളാഹുവും തമ്മിലുള്ള വ്യത്യാസമെന്ന് മുഹമ്മദ് നബി. അത്രയും അങ്ങനെയുള്ള മുസൽമാന്റെ നെഞ്ചിന്റെ ചോരയായ വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, മുസൽമാന്റെ ചങ്കിന്റെ ചോരയായ, മുസൽമാന്റെ വിശ്വാസത്തിന്റെ ദീപമായ, മുസൽമാന്റെ എക്കാലത്തിന്റെയും ഊർജമായ അള്ളാഹുവിന്റെ വചന പരിശുദ്ധ ഖുർആന് കക്കൂസിന്റെ ക്ലോസറ്റിലിട്ട് മൂടിയിട്ട് വായി തുറന്ന് 4 വാക്ക് പറയാത്ത സുമ്മും ബുക്മുൻ ഉംയുമായ കാലഘട്ടം അവര് അതാണ് ബദഅൽ ഇസ്ലാമു ഖരീബ വസയഊദു കമാ ബദഅ. ആ കാലഘട്ടമാണ് നിങ്ങൾ പഴയതിലേക്ക് മടങ്ങുന്ന കാലഘട്ടം എന്ന് മുഹമ്മദ് നബി അതെന്നെയാ പറഞ്ഞു. അള്ളാഹിന്റെ കലാമ് നശിപ്പിച്ചു, അള്ളാഹുവിന്റെ കലാമ് കക്കൂസിലിട്ട് തകർത്ത് നശിപ്പിച്ചു. അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാലിന്റെ മുഖത്തേക്ക് ബിലാൽ അൽമാ വെള്ളം തരൂ എന്ന് പറഞ്ഞു. റളിയല്ലാഹു അൻഹു അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിനെ മർദ്ദിച്ചു. മക്കയിലെ പാറക്കല്ലിലിട്ട് മർദ്ദിക്കുന്ന നേരത്ത് റളിയല്ലാഹു അൻഹു അല്പം വെള്ളം തരൂ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്റെ കിങ്കരന്മാർ ഉരുട്ടുന്നത് കണ്ടിരിക്കുന്ന യജമാനനായ ഉമയ്യത്ത് ബിൻ ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ എണീറ്റിട്ട് ഫറഫഅ തൗബഹു വബാല ഇലാ ഫമിഹി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉമയ്യ ഓടി വന്നിട്ട് തന്റെ സൗബ് ഉയർത്തുകയും വബാല ഇലാ ഫമിഹി, ബിലാലിന്റെ വായിലേക്ക് മൂത്രിക്കുകയും ചെയ്തു. അങ്ങോട്ട് നിങ്ങൾ മടങ്ങിപ്പോകുമെന്ന് മുഹമ്മദ് നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ കാല് പിടിച്ച് ഖബ്ബാബ് ഇബ്നു അറത്തിനെ മക്കയിലൂടെ മുഴുവനും ചെറുപ്പക്കാരായ കുട്ടികൾ കാല് പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയി. പിടിച്ചിട്ടാണ് വലിച്ചു. സ്വന്തം നാട്ടിൽ, ഏത് നാട്ടിൽ എന്നറിയോ? ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതും ബൈനാതും മഖാമു ഇബ്രാഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അല്ലാഹു തആല ഈ ഭൂമിയിൽ ആദ്യം ഉണ്ടാക്കിയ കെട്ടിടത്തിന്റെ നാട്ടിൽ, ആ നാട്ടിൽ നിങ്ങളെ കാല് പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചു. ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു വലിച്ചു, പുറം പൊളിഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖബ്ബാബ് അങ്ങോട്ട് നിങ്ങൾ മടങ്ങിപ്പോകും. ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ, ബഹുമാനപ്പെട്ട സുമയ്യ ബീവിയെ ആസിയ ബീവിയെ കൊന്നതുപോലെ ഗുഹ്യസ്ഥാനത്തിൽ വൃത്തികെട്ട വസ്തുക്കൾ കയറ്റി മർദ്ദിച്ച് ബഹുമാനപ്പെട്ട മഹദിയായ സുമയ്യ ബീവിയെ കൊലപ്പെടുത്തിയ നാട്ടിൽ മുസ്ലിം സഹോദരന്മാർ ആ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു. ചിന്തിക്ക് എന്താ പറഞ്ഞത്? അതാണ് വഉത്തും മിൻ ഹൈഥു ബദഅതും. അക്കാലഘട്ടം ഇറാഖിൽ റൊട്ടി ലഭിക്കാത്ത കാലഘട്ടമാകുമെന്ന് മുഹമ്മദ് നബി സ്വഹീഹ് മുസ്ലിം. വേറൊരു ഹദീത്ത് കൂടി കേട്ടോളൂ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, വഅൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് ഖാല റസൂലുള്ളാഹി മുസ്തഫായ നബി പറഞ്ഞു, യൂശിക്കു അഹ്ലുൽ ഇറാഖ് അൻ ലാ യുജ്ബാ ഖഫീസുൻ വലാ ദിർഹം. ഇറാഖികൾക്ക് ഒരു ഖഫീസോ ഒരു ദിർഹമോ പുറത്തു നിന്ന് വരാത്ത കാലഘട്ടം ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി. ഒരവസ്ഥ കഴിഞ്ഞു, ഇനി വലിയ അവസ്ഥ വരാൻ പോകുന്നുണ്ട്.
ഉപരോധാണ് ആ പറഞ്ഞത്. മനസ്സിലാവണം. ഒരവസ്ഥ കഴിഞ്ഞു, ഇനി വലിയ അവസ്ഥ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ലാ യുജ്ബാ ഇലൈഹിം, പുറത്തേ നിന്ന് വലിച്ചുകൊണ്ടുവരാൻ കഴിയൂല, പുറത്തുനിന്ന് കൊണ്ടുവരാൻ കഴിയില്ല. ഖഫീസുൻ, ഒരു നാഴി അരിയോ, വലാ ദിർഹമുൻ, ഒരു ദിർഹം. ചെറിയതാണ് ഇപ്പം കഴിഞ്ഞത്. ഇനി പറയുന്ന ഒരു സംഭവമുണ്ട്. 9,60,000 പട്ടാളവും കൊണ്ട് അമേരിക്കയും ബ്രിട്ടനും ഇറാഖിൽ വരുന്ന കാലഘട്ടം ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് പറ. ഇന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കൽ പറയാം, ഒക്കെ പറയാം, കൊല്ലം തന്നെ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒക്കെ ഉണ്ട്. ചെറുതപ്പം കഴിഞ്ഞ് ഇനി വലിയത് വരാൻ പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് മുസ്ലിമീങ്ങൾ പഠിച്ചില്ല?